സലാലയിൽ വന്നിട്ട് കുറച്ചായിട്ടുണ്ടെങ്കിലും കുറച്ചേറെ സ്ഥലങ്ങളൊക്കെ പോയി കണ്ടിട്ടുണ്ട്. എന്നിരുന്നാൽ തന്നെയും അതിനകത്ത് ഒരുപാട് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു സ്ഥലം പറയുകയാണെങ്കിൽ അതിലൊന്നാണ് ഈ ജബൽ സംഹാൻ. എന്താണെന്നറിയില്ല, എന്നാൽ എപ്പോഴും നമ്മളവിടെ പോകുമ്പോൾ ഇങ്ങനെ മേഘങ്ങളെ ഒന്നും കാണാനൊന്നും പറ്റില്ല കേട്ടോ. പക്ഷേ ചില സമയത്ത് ഇങ്ങനെ മേഘങ്ങളോട് കൂടി കാണുന്ന ഈ ഒരു സ്ഥലത്തിൻ്റെ ഭംഗി അതെത്ര പറഞ്ഞാലും മതിയാകില്ല. അത് ഒരുപാട് ഇഷ്ടമുള്ള വീണ്ടും വീണ്ടും പോകാൻ ആഗ്രഹിക്കുന്നതുമായ ഒരു സ്ഥലം തന്നെയാണ് ഈ ജബൽ സംഹാൻ. അപ്പോൾ നമുക്കിന്ന് ജബൽ സംഹാൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ. ഞാനും എൻ്റെ പ്രിയ ഫ്രണ്ടും ഫാമിലിയുമായിട്ട് അവിടെ പോയ കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളും ഇന്നത്തെ വ്ളോഗിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം കാഴ്ചകളിലേക്കൊന്ന് പോയാലോ. സാധാരണയായി ഖരീഫ് ഫെസ്റ്റിവലിന് സ്റ്റാർട്ടിങ് ആവുന്നത് ജൂൺ 21 കഴിയുമ്പോഴാണ് കേട്ടോ. അത് കഴിയുമ്പോൾ ചെറുങ്ങനെ മഴ തുടങ്ങാറുണ്ട്. ചെറിയ ചെറിയ ചാറ്റൽ മഴകളൊക്കെ ജൂൺ 20 കഴിഞ്ഞ് 25 ആകുമ്പോഴത്തേന് നല്ലതായിട്ട് ചെറിയ ചാറ്റൽ മഴകളൊക്കെ വരും. അപ്പോൾ അതിന് മുമ്പ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പോയ കാഴ്ചകളാണ് കേട്ടോ ഇന്നത്തെ ഈ വ്ളോഗിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എപ്പോഴും പറയാറുള്ളത് പോലെ മറ്റുള്ള GCC രാജ്യങ്ങളിൽ നിന്നും ഖരീഫ് സീസൺ പ്രമാണിച്ച് ധാരാളം വിനോദ സഞ്ചാരത്തിനായിട്ട് ആളുകൾ ഇവിടേക്ക് എത്താറുണ്ട്. സലാല സന്ദർശനത്തിനായിട്ട് വരാറുണ്ട്. അപ്പോൾ അവിടേക്ക് വരുന്ന സമയത്ത് ഈ ദോഫാറിലെത്തിയാൽ തീർച്ചയായും ഒരിക്കലും നഷ്ടപ്പെടുത്താൻ പാടില്ലാത്ത സ്ഥലങ്ങളിൽ ഒന്ന് തന്നെയാണ് നമ്മൾ ഇപ്പോൾ ഈ കാണുന്ന ജബൽ സംഹാൻ. മുൻപ് ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ ഫ്രണ്ട് മാജിദയുടെ ഹസ്ബൻഡ് ദിലീപേട്ടനോടും ഒപ്പം ഉള്ളൊരു യാത്ര അത് വളരെ സന്തോഷം തരുന്നൊരു യാത്ര തന്നെയായിരുന്നു, പ്രത്യേകിച്ചും സേറമോളോടും ഒപ്പം. അപ്പം ഞങ്ങൾ ഒന്നിച്ച് ആദ്യമായിട്ടായിരുന്നു ഒരു ദൂരയാത്രയ്ക്ക് പോകുന്നത്. അതും പ്രത്യേകിച്ചും നമ്മൾ ഇഷ്ടപ്പെടുന്ന ജബൽ സംഹാനായത് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷം തോന്നിയ ഒരു കാര്യം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ എൻ്റെ ഫ്രണ്ട് മാജിദയും സേറമോളും. മുൻപ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സ്ഥലങ്ങളിൽ ഒന്ന് തന്നെയാണ് കേട്ടോ ഈ ജബൽ സംഹാൻ. ഇവിടെ ഇങ്ങനെ ഈ ക്ലൗഡ്സ് വന്ന് ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് ഇങ്ങനെ താഴ്വാരം കാണാൻ പറ്റാത്ത പോലെ മൂടി നിൽക്കുന്നത് കാണാൻ അത് അത്ര മനോഹരമാണ്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. മുൻപെങ്ങോ വായിച്ച കഥാപുസ്തകത്തിലെ സ്വർഗം എന്നൊരു എന്താ പറയുക ആ ഒരു അനുഭൂതി ഉണ്ടല്ലോ, അതാണ് ഇവിടെ വരുമ്പോൾ പലപ്പോഴും തോന്നുന്നത്. എന്താ പറയുക, ക്ലൗഡ്സിനെയൊക്കെ ഇങ്ങനെ തൊടാൻ തോന്നുന്ന ഒരു ആ ഒരു ഫീലാണ്. എത്ര കണ്ടാലും മതിവരാത്ത, അല്ലെങ്കിൽ എന്താ പറയുക ആസ്വദിച്ചാലും മതിവരാത്ത ഒരു പ്രത്യേക സൗന്ദര്യമാണ് ജബൽ സംഹാനുള്ളത്. ജബൽ സംഹാൻ്റെ മറ്റൊരു പേരാണ് കേട്ടോ മൗണ്ട് സംഹാൻ. നമ്മൾ ഇവിടെ വന്നു കഴിയുമ്പോൾ ഇവിടെ നല്ല തണുത്ത കാറ്റൊക്കെയാണ് കേട്ടോ. അപ്പം പായൊക്കെ ആയിട്ടാണ് വന്നത്. മാജിദ ചായ റെഡിയാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. കൂടെ ചെറിയ രീതിയിലുള്ള സ്നാക്സും ഒക്കെ ആയിട്ടാണ് വന്നത്. അപ്പം ഞങ്ങളിനി ഈ തണുപ്പത്തിരുന്ന് നല്ല ചൂട് ചായയൊക്കെ കുടിക്കാൻ പോവുകയാണ് കേട്ടോ. ദോഫാർ പർവ്വത നിരകളിലെ ഏറ്റവും ഉയർന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഈ ജബൽ സംഹാൻ എന്ന് അറിയപ്പെടുന്ന ഈ ഒരു പ്രദേശം. സലാലയുടെ കിഴക്കൻ ഭാഗത്തായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. താക്ക വിലായത്തിന് ശേഷം ദോഫാറിൻ്റെ ഭൂരിഭാഗവും ഇത് ഉൾക്കൊള്ളുന്നു. പൊതുവേ ഒരു അവധി ദിവസം കിട്ടുമ്പോഴോ അല്ലെങ്കിൽ ഒരു വീക്കെൻഡ് ആകുമ്പോഴോ ഒക്കെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കും. പലരും പല യാത്രയ്ക്കായിട്ട് പോകാനും എവിടെയെങ്കിലും ഒരു നൈറ്റ് ക്യാമ്പിംഗ് ഒക്കെ നടത്താനുമായിട്ട്. അങ്ങനെ ഒരു നൈറ്റ് ക്യാമ്പിങ്ങിന് പറ്റിയ ഏരിയയാണ് കേട്ടോ ഈ ജബൽ സംഹാൻ. ഇവിടെ വന്ന് അല്ലെങ്കിൽ ഈ ഒരു ജബൽ സംഹാൻ ഏരിയ, ഇത് ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ. ഈ കാണുന്ന ഏരിയ മാത്രമൊന്നുമല്ല, ഒരുപാട് സേഫായിട്ടുള്ള കുറേ സ്ഥലങ്ങൾ കൂടിയുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നൈറ്റ് സ്റ്റേ ചെയ്യുന്നവരുണ്ട്. ടെൻറ്റും ഒക്കെ ആയിട്ട് വന്നിട്ട്, അല്ലെങ്കിൽ എന്താ പറയുക ബാർബിക്യൂ ഒക്കെ ചെയ്ത് ക്യാമ്പ് ഫയറൊക്കെ നടത്തി അങ്ങനെ അടിച്ചു പൊളിച്ച് സൂര്യ അസ്തമയം കണ്ട ശേഷം അതുപോലെ തന്നെ പുലർച്ചെ ഇവിടുന്ന് നല്ലൊരു വ്യൂ ആണ് കേട്ടോ സൂര്യോദയം കാണാൻ. അതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് മലയിറങ്ങി താഴെ പോകുന്നവരുണ്ട്, സലാലയ്ക്ക് പോകുന്നവരുണ്ട്. അപ്പോൾ അത് ഒരു പ്രത്യേക, ഞങ്ങളത് ഇതുവരെ സ്റ്റേ ചെയ്തിട്ടില്ല കേട്ടോ.
എന്ന് പറയുന്നത് നമ്മുടെ കൂടുതലും ഫ്രണ്ട്സും അങ്ങനെ സ്റ്റേ ചെയ്തിട്ട് വന്നിട്ട് ഉള്ള ഫോട്ടോസും ഒക്കെയും നമ്മൾ കാണാറുണ്ട് മിക്കവാറും. അവരൊക്കെയും സ്റ്റാറ്റസൊക്കെ ഇടുന്ന സമയത്ത് ഞങ്ങൾക്കും തോന്നാറുണ്ട് നമുക്കൊന്ന് പോയാലോ നൈറ്റ് ക്യാമ്പിങ്. പക്ഷേ അതിനുള്ള ധൈര്യം ഇല്ല കേട്ടോ, നല്ല തണുപ്പാണെന്നാണ് പറയുന്നത്. അതുപോലെ ഇതുവരെ അതിനൊരു സാഹചര്യവും വന്നിട്ടില്ല. എനിവേ ഞങ്ങൾ കുറേ സമയം അവിടെ ഇരുന്നു. സന്ധ്യയായി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ മടങ്ങിയെത്തിയത്. സൂര്യാസ്തമയമൊക്കെ കണ്ടു. എന്തൊരു ഭംഗിയാണെന്ന് പറയാൻ എനിക്ക് പറ്റുന്നില്ല, അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ഒരു പ്ലേസാണത്. ഇത്രയൊക്കെ പറയുമ്പോൾ നിങ്ങളിൽ കുറച്ചെങ്കിലും പേര് കരുതും എന്തൊരു തള്ളാണതെന്നല്ലേ, വല്ലാത്ത ചോദ്യത്തള്ളെന്ന് ചിന്തിക്കുന്നുണ്ടോ? ഇത് തള്ളൊന്നും അല്ല കേട്ടോ, ഇതുള്ള കാര്യം തന്നെയാണ്. പിന്നെ നമ്മളിൽ കുറച്ച് പേർക്കൊക്കെ യാത്രകൾ ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ടാവുമല്ലോ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളോടൊരു പ്രത്യേക ഇഷ്ടം തോന്നുന്നവരൊക്കെ ഉണ്ടല്ലോ, അതുപോലെ ഒരാളാണ് കേട്ടോ ഞാനും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത്രയും പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ആദ്യമായിട്ടാണോ സലാലയിലുണ്ടായിട്ട് ജബൽ സമ്മാൻ പോകുന്നത് എന്ന്. അതുമല്ല കേട്ടോ, വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ ആദ്യമായിട്ട് വരുമ്പം പോലും ഇതേ ഫീലിങ്സ് തന്നെയായിരുന്നു കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് പോയാൽ പോലും ആ ഒരു ഫീലിങ്സിന് ഒരു മാറ്റമില്ല. അത്രമാത്രം ഇഷ്ടത്തോടു കൂടിയാണ് അവിടെ പോകുന്നതും ഒക്കെ. പിന്നെ സീസൺ സമയത്ത് നമുക്ക് അവിടെ എത്തപ്പെടാൻ പോലും പറ്റില്ല, കാരണം അത്ര തിരക്കായിരിക്കും. നമുക്കൊന്ന് ജസ്റ്റ് സ്വസ്ഥമായിട്ട് നിന്ന് ഫോട്ടോസ് എടുക്കാനോ അല്ലെങ്കിൽ അതിനുള്ള ഒരു സാഹചര്യമൊന്നും അവിടെ കിട്ടില്ല, കാരണം അത്രമാത്രം അവിടെ തിരക്കായിരിക്കും. കാരണം സഞ്ചാരികളൊക്കെ വരുന്ന സമയമാണല്ലോ ഇനി അങ്ങോട്ട്. അപ്പോൾ അതുപോലെ ഞങ്ങൾ മുന്നേ വന്നിട്ടുണ്ട്, ഒരുപാട് തവണ വന്നിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വരുന്ന സമയത്തെല്ലാം ഇങ്ങനെ ക്ലൗഡ്സ് ഉണ്ടാവില്ല കേട്ടോ, കാരണം താഴ്വാരം നല്ല ക്ലിയർ വ്യൂവിൽ കണ്ടിട്ടുള്ള സമയങ്ങളും ഉണ്ടായിരുന്നു. മുന്നേ ഞങ്ങൾ ഗസ്റ്റുകളും ഒക്കെ ആയിട്ട് വന്ന സമയത്ത് പോലും ഇവിടെ ഇങ്ങനെയൊരു ക്ലൗഡ്സ് എല്ലാ സമയത്തും ഉണ്ടാവാത്ത അവസരങ്ങളും ഉണ്ടായിരുന്നു. അപ്പം ക്ലൗഡ്സ് ഉള്ളത് കാണുന്നതാണ് നമുക്ക് ഭംഗി, സന്തോഷം ഒക്കെ, നിറയെ ഇങ്ങനെ ക്ലൗഡ്സ് നിൽക്കുന്നത് കാണുന്നതും ഒക്കെ. അപ്പോൾ ഇപ്പം ഞങ്ങൾ പോകുമ്പോഴും അവിടെ കുറച്ചൊക്കെ ആളുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. സലാല സിറ്റിയിൽ നിന്ന് ഏകദേശം 80 കിലോമീറ്ററോളം ദൂരവും 1.5 മണിക്കൂറോളം യാത്രയും ഉണ്ട് കേട്ടോ ഈ ജബൽ സമ്മാനിലേക്ക്. അതുപോലെ തന്നെ മുന്നേ പോയിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കുറച്ച് ആളുകളൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ പറഞ്ഞത് രാവിലെ പോകുമ്പോൾ കുറച്ചുകൂടി ഭംഗിയാണ് കാണാനെന്നാണ്. എനിക്കതിനെക്കുറിച്ച് അറിയത്തില്ല, ഞാനത് രാവിലെ ഒന്നും പോയിട്ടില്ല കേട്ടോ. പിന്നെ നമ്മുടെയൊക്കെ ഫ്രണ്ട്സ് നൈറ്റ് ക്യാമ്പിംഗ് ഒക്കെ ചെയ്യുമെന്ന് പറഞ്ഞല്ലോ, അവരൊക്കെ ഫുഡ് ഉണ്ടാക്കി കഴിച്ച് പാട്ടൊക്കെ പാടി അടിച്ച് പൊളിച്ചിട്ട് രാവിലെയൊക്കെ തിരിച്ച് വരുന്ന ഒരു സമയമുണ്ടല്ലോ, സൂര്യ ഉദയം ഒക്കെ കണ്ടിട്ട്. അങ്ങനെയുള്ളവരും പറഞ്ഞിട്ടുണ്ട് രാവിലെ നല്ല ഭംഗിയാണ് അവിടെ കാണാൻ എന്നാണ് കേട്ടോ. ഒമാൻ സുൽത്താനേറ്റിലെ ജബൽ സമ്മാൻ ഏറ്റവും പ്രധാനപ്പെട്ട പ്രകൃതി സംരക്ഷണ കേന്ദ്രങ്ങളിൽ ഒന്നായി കണക്കാക്കുന്നു. ഇവിടെ ഒരുപാട് വെറൈറ്റീസായ വൈൽഡ് ആനിമൽസും അതുപോലെ തന്നെ അപൂർവ ഇനങ്ങളിലുള്ള സസ്യങ്ങളും ഒക്കെ ഉണ്ടെന്ന് പറയപ്പെടുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഒമാനിലെ തന്നെ ഏറ്റവും വലിയ വന്യജീവി സംരക്ഷണ കേന്ദ്രം കൂടിയാണ് ഈ ജബൽ സമ്മാൻ. വന്യജീവി സംരക്ഷണത്തിനായിട്ടുള്ള രാജകീയ ഉത്തരവിന് കീഴിൽ സ്ഥാപിതമായ സലാലയിലെ ജബൽ സമ്മാൻ നാച്ചുറൽ റിസർവ് വന്യജീവികളുടെ സംരക്ഷണം ലക്ഷ്യമിടുന്നതോടൊപ്പം തന്നെ സംരക്ഷണത്തിന് സർക്കാർ പൂർണ്ണ പിന്തുണ ഗണ്യമായി ലഭിക്കുന്നു എന്നും പറയപ്പെടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഓർക്കും ഈ കാണുന്ന ഭാഗത്തൊക്കെയാണ് വന്യജീവികളെന്ന്. ഇതൊന്നും അല്ല കേട്ടോ, ഇതിനപ്പുറത്തേക്ക് പല മലനിരകളൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെയാണ്. മുൻപ് ന്യൂസിലൊക്കെ വന്നിട്ടുണ്ട് ഇങ്ങനെ ഇവിടെ പുള്ളിപ്പുലികളെയും ഒക്കെ കാണുന്നുണ്ടെന്ന്. പക്ഷേ ഞങ്ങളിതുവരെയും അങ്ങനെയൊന്നും കണ്ടിട്ടുമില്ല കേട്ടോ. അതൊക്കെ പോട്ടെ, ഞങ്ങളുടെ ഈ ജബൽ സമ്മാൻ യാത്ര അല്ലെങ്കിൽ ഈ വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ യാത്രയെക്കുറിച്ചുള്ള ഈ വ്ലോഗിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻസിൽ എഴുതി അറിയിക്കാൻ മറക്കരുത്. എൻ്റെ ഫ്രണ്ട്സിനോടൊത്തുള്ള യാത്രയും ഒക്കെ നിങ്ങൾ എൻജോയ് ചെയ്തു എന്ന് കരുതിക്കോട്ടെ. മറ്റൊരു കാഴ്ചയും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും വരാം. അപ്പം എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു, ബൈ.